ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം. ആദരണീയരായ ആചാര്യ ശ്രേഷ്ഠരെ, അനുഗ്രഹീതരായ വാത്സല്യ ദൈവമക്കളെ, എല്ലാവർക്കും എന്നെന്നും ജീവിക്കുന്നവനായ യേശുനാഥൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹത്തിൻ്റെ സന്ധ്യാവന്ദനവും പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവായുടെ ഓർമ്മപ്പെരുന്നാളിൻ്റെ പ്രാർത്ഥന ആശംസകളും ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. അനുഗ്രഹീതമായ ഒരു ചെറിയ ഇടവക ദൈവത്തിൻ്റെ വലിയ കൃപാകടാക്ഷത്താൽ നിറഞ്ഞ് അനുഗ്രഹത്തിൻ്റെ ഒരു സമുദ്രമായി മാറ്റപ്പെട്ടതാണ് തൃശ്ശിലേരി മോർബേസിൽ ദൈവാലയം. കോതമംഗലത്ത് കബറടങ്ങിയ പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവായുടെ പരിപാവനമായ തിരുശേഷിപ്പ് കബറിടത്ത പുണ്യമാക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ ദൈവാലയം ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എന്തുമാത്രം മനുഷ്യർക്കാണ് ആശ്വാസത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒക്കെ അഭയകേന്ദ്രമായി മാറ്റപ്പെട്ടിരിക്കുന്നു. ഈ തിരുശേഷിപ്പിൻ്റെ മുന്നിൽ വന്ന് നിന്ന് ദൈവ തിരുസന്നതിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന ഏതൊക്കെ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ധാരാളമായി ഒഴുകുന്നത് എന്ന് നമുക്കെല്ലാവർക്കും ജീവിത അനുഭവങ്ങളിലൂടെ തന്നെ അറിയാവുന്ന കാര്യമാണ്. പരിശുദ്ധൻ്റെ തിരുശേഷിപ്പ് കബറിടത്ത പുണ്യമാക്കപ്പെട്ടിരിക്കുന്ന ഈ ദൈവാലയത്തിലെ പെരുന്നാൾ സ്വർഗത്തിലെ ദൈവം തൻ്റെ ശ്രീഭണ്ഡാരം തുറന്ന് ധാരാളമായ നന്മകൾ കൊണ്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കാൻ കൂടുതൽ ഇടയാകട്ടെ എന്ന് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്താണ് കാർബൺ എന്ന ചോദ്യത്തിന് ഗൂഗിൾ നൽകുന്നതായ ഉത്തരം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഭൂമിയിൽ കരിയായും വജ്രമായും കാണപ്പെടുന്ന വസ്തു എന്നാണ് കാർബണ് ഗൂഗിൾ നൽകുന്ന ഉത്തരം. ഒരേ വസ്തു അതിൻ്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലും അതിൻ്റെ ഏറ്റവും താഴെ തട്ടിലുള്ള അവസ്ഥയിലും കാണപ്പെടുന്ന അനുഭവങ്ങൾ. ആരാണ് വിശുദ്ധൻ എന്ന ചോദ്യത്തിന് ഈ ഭൂമിയിൽ കരിയായി കാണപ്പെടുന്നതായ വസ്തു വജ്രത്തെ പോൽ പ്രോജ്വല കാന്തിയോടെ ശോഭിക്കുന്ന അനുഭവം തന്നെയാണ്. ഒരു സാധാരണ മനുഷ്യരായ നമ്മുടെ ജീവിതം പോലെ തന്നെയായിരുന്നു പരിശുദ്ധനായ എൽദോമോർ ബസേലിയോസ് ബാവയുടെയും ജീവിതം. പക്ഷേ കരിക്ക് അതിൻ്റെ മുന്നിലുള്ളതായ സാധ്യത നമുക്കറിയാം. അത് അഗ്നിയോട് ചേർന്ന് നിന്നാൽ പ്രോജ്വല കാന്തിയോടെ അതിങ്ങനെ ചുവന്ന് തൊടുത്ത് പ്രകാശം പൊഴിക്കാൻ തുടങ്ങും. വെട്ടിത്തിളങ്ങുന്നതായ തീക്കട്ട ആ തീയിൽ നിന്ന് മാറ്റി ഇത്തിരി ദൂരേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത്തിരി നേരം കഴിയുമ്പോഴേക്കും
ആ തീക്കട്ടയുടെ അഗ്നിയൊക്കെ കെട്ടിട്ട് അതിൻ്റെ മുകളിലൊക്കെ ചാരം മൂടിയിട്ട് അത് വീണ്ടും ഒരു കരിക്കട്ടയ്ക്ക് തുല്യമായി മാറ്റപ്പെടുകയും ചെയ്യും. സ്നേഹമുള്ളവരെ, ഈ വിശുദ്ധന്റെ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടുന്ന സന്ദേശം എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ദൈവമാകുന്ന അഗ്നിയോട് ചേർന്ന് നിന്നാൽ കരിക്കട്ട തീക്കട്ടയായി മാറുന്നത് പോലെ, കരി വജ്രമായി മാറുന്നത് പോലെ എനിക്കും നിങ്ങൾക്കും മഹത്തരമായൊരു മാറ്റം സാധിക്കുമെന്നുള്ളത്. ഇനി ഈ അഗ്നിയിൽ നിന്ന് എപ്പോഴൊക്കെയാണോ നമ്മൾ അകലം പാലിക്കുന്നത്, അപ്പോഴൊക്കെ നമ്മൾ അറിയാതെ ചാരം വന്ന് മൂടും. ചാരം വന്ന് മൂടിക്കഴിയുമ്പോൾ ഒരു കാറ്റ് വീശിയിട്ട് ആരെങ്കിലും ഒന്ന് ഊതിയിട്ട് ഈ ചാരം മാറുന്നില്ലെങ്കിൽ അറിയാതെ അതിങ്ങനെ കരിക്കട്ടയായിട്ട് വീണ്ടും മാറ്റപ്പെടുകയും ചെയ്യും. ഓർക്കുക, ജീവിതത്തിൽ കരിയുടെ അവസ്ഥയിൽ നിന്ന് അഗ്നിക്കട്ടയെപ്പോലെ ജ്വലിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതോ ചാരം മൂടി വീണ്ടും ഒരു കരിയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടാനാണ്? ഭൂമിയിൽ കരിയായും വജ്രമായും കാണപ്പെടുന്നതാണ് കാർബണെങ്കിൽ, കേവലം മണ്ണായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാം. അതല്ല, മനസ്സ് വെക്കുകയാണെങ്കിൽ ദൈവമാകുന്ന അഗ്നിയോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഒരു വിശുദ്ധനോ ഒരു മാലാഖിയോ ആയിട്ട് മാറാനും കൂടെ സാധിക്കും. പ്രാർത്ഥന, ദൈവവചന ധ്യാനം, സത്യകുംഭസാരം, വിശുദ്ധ കുർബാന അനുഭവം, രക്ഷാകരമായിരിക്കുന്ന പുണ്യപ്രവർത്തികൾ ഒക്കെ ചെയ്ത് ജീവിതത്തിൽ കരിയായിരിക്കുന്ന നമുക്ക് വജ്രമായിട്ട് മാറ്റപ്പെടാൻ സാധിക്കും. അഗ്നി പോലെ ജ്വലിക്കുവാനും സാധിക്കും. അനുഗ്രഹീതമായ ഈ സന്ധ്യ ദീർഘദൂരം കാൽനടയാത്രയായി നടന്നു വന്ന നിങ്ങൾ ശാരീരികമായി നല്ല ക്ഷീണത്തിലാണ് ഇരിക്കുന്നതെന്ന് അറിയാം. ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പെരുന്നാൾ സന്ധ്യ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കരിയിൽ നിന്ന് തീക്കട്ടയിലേക്ക് മാറ്റപ്പെടാം. എപ്പോഴെങ്കിലും തീക്കട്ടയുടെ മുകളിൽ ചാരം പോണ്ട് അത് വീണ്ടും കരിയായി തീരുന്ന അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവീകമായ ആരാധനയോട്, വിശുദ്ധമായ കൂദാശകളോട്, മുടങ്ങാത്ത പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും ദൈവാലയത്തോടും ആചാര്യശ്രേഷ്ഠരോടുമൊക്കെ ചേർന്ന് നിന്ന് ചാരം മൂടിയ തീക്കട്ടയെ വീണ്ടും ഓതി ജ്വലിപ്പിക്കുവാൻ തക്കവണ്ണം ഈ സന്ധ്യയിലെ നമ്മുടെ കൂടിവരവ് സഹായകരമായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ എൽദോമാർ ബസേലിയോസ് ബാവായുടെ പരിപാവനമായ മധ്യസ്ഥ പ്രാർത്ഥന ആയതിന് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവായുടെ പെരുന്നാളിൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ സ്നേഹപൂർവ്വം അറിയിച്ച് വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.